ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സിമീസ് ഡിപ്പിംഗ് സോസ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ഇറ്റാലിയൻ ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ ആണ്. ഇത് വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ചിക്കൻ ഫ്രൈ ആണ്. വെറും 10 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു കിടിലൻ ചിക്കൻ ഫ്രൈ ആണിത്. അപ്പോൾ ഈ ഇറ്റാലിയൻ ഡിഷസിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവർ ഒരുപാട് ഹെർബ്സ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യും. നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള ഹെർബ്സ്. ആക്ച്വലി നമ്മുടെ പിസ്സയിലൊക്കെ അവർ ഒറിഗാനോ ഒക്കെ ആഡ് ചെയ്യും. അതൊക്കെ ഇറ്റാലിയൻ സ്പൈസസ് ആണ്. അപ്പം ഇറ്റാലിയൻ സ്പൈസസ് എന്ന് പറയുമ്പോൾ സാധാരണ ബേസിൽ, ഒറിഗാനോ, റോസ്മേരി, തൈം, പിന്നെ അവർ ഫ്ലേവറിന് വേണ്ടി ഗാർലിക് പൗഡറും കൊറിയാൻഡറും ഒക്കെ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കടകളിൽ പോയാൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു പാക്കറ്റ് ഒരു ബോട്ടിൽ വാങ്ങാൻ കിട്ടും. നിങ്ങൾ അതുപോലത്തെ ഒരു പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചിക്കൻ ഫ്രൈയും വേറെ ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പോൾ, പിസ്സയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഇനി നമ്മുടെ ഇറ്റാലിയൻ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് ആവശ്യമുള്ളത് 2 ചിക്കൻ ബ്രസ്റ്റാണ്. അത് നീളത്തിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 4-5 പീസ് വരും. പിന്നെ വേണ്ടത് ഒരു മുട്ട. പിന്നെ ഞാനിവിടെ ഇറ്റാലിയൻ ഹെർബ്സ് മിക്സ് ചെയ്ത ബ്രെഡ് ക്രംസ് ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. അത് നല്ല ടേസ്റ്റിയാണ്. ഉപ്പും ഒക്കെ ആവശ്യത്തിന് ചേർത്തിരിക്കുന്ന ബ്രെഡ് ക്രംസ് ആണ്. ഇത് നിങ്ങൾക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്രെഡ് ക്രംസ് കിട്ടിയില്ല എന്നോർത്ത് വിഷമിക്കേണ്ട. നിങ്ങൾ ബ്രെഡ് മിക്സിയിലിട്ട് അടിച്ച് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് അതിലേക്ക് ഇറ്റാലിയൻ സീസണിങ് ആഡ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ എളുപ്പത്തിന് ഇറ്റാലിയൻ സീസണിങ് ആഡ് ചെയ്തിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ വേണ്ടത് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ചെണ്ണ. ചിക്കൻ ബ്രസ്റ്റ് ഫ്രൈ ചെയ്യാൻ കുറച്ച് എണ്ണ മതി. കാരണം ചിക്കൻ ബ്രസ്റ്റിൽ തന്നെ എണ്ണയുണ്ട്. പിന്നെ അത് വേഗം കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ആയാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. അത് ഇച്ചിരിയുടെ ടേസ്റ്റി ആയിട്ട് വരും. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ചിക്കൻ പീസസിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് തുടയ്ക്കണം. ചിക്കനിൽ ഒട്ടും വെള്ളം കാണാൻ പറ്റത്തില്ല. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മുട്ട, അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അതുപോലെ 1 കപ്പ് ബ്രെഡ് ക്രംസും എടുത്ത് വയ്ക്കുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റെഡിമെയ്ഡ് ബ്രെഡ് ക്രംസ് ആണ്. അതിൽ ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ ഈ മുട്ടയിൽ ഉപ്പ് ആഡ് ചെയ്യാൻ. ഇനി നമ്മൾ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് എടുത്ത് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിൽ മുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അത് ഒരു പ്ലേറ്റിലേക്ക് വെക്കണം. എല്ലാ ചിക്കൻ പീസസും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ചിക്കൻ വറുക്കാൻ ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ചിക്കൻ ബ്രസ്റ്റ് വേഗം വെന്ത് കിട്ടും. അത് ഒരുപാട് നേരം വേവിച്ച് കഴിഞ്ഞാൽ ഹാർഡായിട്ട് പോകും. നമ്മൾ നാട്ടിലൊക്കെ ചിക്കൻ കറി വെക്കുമ്പോൾ ചിക്കൻ്റെ ആ പീസ് കിട്ടുമ്പോൾ നമ്മൾ പറയാതെ ഇതൊരു ടേസ്റ്റ് ഇല്ല, എല്ലയിലുള്ള ചിക്കനാണ് ടേസ്റ്റ് ഉള്ളത്. അതിന് കാരണം അത് കൂടുതൽ നേരം ചിക്കൻ ബ്രസ്റ്റ് വേകുന്നത് കൊണ്ടാണ്. ശരിക്കും ചിക്കൻ ബ്രസ്റ്റ് ബേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് എല്ലാം ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിടാം. അപ്പോൾ ഒരു വശം റെഡി ആയോ എന്ന് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിക്കൻ ബ്രസ്റ്റിന് ഒരു വൈറ്റ് കളറിലുള്ള ഒരു എണ്ണ പോലത്തെ സംഭവം വരും. അപ്പോൾ നമ്മൾ മറിച്ചിടാനുള്ള സമയമായെന്ന് മനസ്സിലാക്കാം. അത് ജസ്റ്റ് ഒരു 3 മിനിറ്റ് മതി. അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കനെല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. ഇനി മറുവശവും കൂടി വേകട്ടെ. അതിനും ഒരു 3 മിനിറ്റ് മതി. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചിക്കൻ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ചിക്കനെല്ലാം എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. അതൊരു 2-3 മിനിറ്റ് തണുക്കാൻ വെക്കണം. അപ്പോഴാണ് അതിൻ്റെ ടെക്സ്ചറൊക്കെ നന്നാവത്തുള്ളൂ. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ചെറുതായിട്ട് തണുത്ത് കഴിയുമ്പോൾ നല്ല മൂർച്ചയുള്ളൊരു കത്തി കൊണ്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഈ ചിക്കൻ മുറിച്ചെടുക്കണം. ഇതിൻ്റെ അകം നല്ല സോഫ്റ്റും ജ്യൂസിയുമാണ്. അതുപോലെ പുറം നല്ല ക്രിസ്പിയാണ്. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അവക്കാഡോ സാലഡിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഇത് നിങ്ങൾക്കെല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഇറ്റാലിയൻ ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ നിങ്ങളിതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ എന്നെ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.
അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നത് വരെ ബൈ. താങ്ക് യു.